ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് യൂട്യൂബിൻ്റെ തന്നെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. ആഡ് നോട്ട് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെ വീഡിയോസിലൊക്കെ എങ്ങനെയാണ് എൻഗേജ്മെൻറ്റ് വരുന്നത്? അതായത് ഒരാൾ നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസിലോട്ട് എൻഗേജ്മെൻറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ട് അല്ലെങ്കിൽ വേറൊരു ഫീച്ചറായിട്ട് യൂട്യൂബ് ഇറക്കിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ആഡ് നോട്ട് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ. നമ്മുടെ വീഡിയോസിൽ വന്ന് കമൻറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന പോലെയല്ല ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീഡിയോസിൻ്റെ റീച്ച് അല്ലെങ്കിൽ വ്യൂസ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യപ്പെടാനും വാച്ച് അവേഴ്സ് കുറയ്ക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണവും ദോഷവും ഈ ഒരു ഫീച്ചറിന് ഉണ്ട്. ഈ ഒരു ഫീച്ചറിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് അത് ഫുള്ളായിട്ട് കേട്ടിട്ട് നിങ്ങളുടെ കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, അതായത് യൂട്യൂബിൽ ഒരു ബിഗിനർ ആണെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കേണ്ടത് ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഫീച്ചറിനെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫേക്ക് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അതായത് നമുക്ക് തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ ആ വീഡിയോസ് ഓപ്പൺ ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം വരെ ചിലപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് പിടികിട്ടുന്നത് ഇതൊരു ഫേക്ക് ന്യൂസാണ് അല്ലെങ്കിൽ റെലവൻ്റ് അല്ലാത്ത ഒരു വീഡിയോ ആണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ വ്യൂവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നോട്ടായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഈ വീഡിയോ റിലവൻ്റ് അല്ല അല്ലെങ്കിൽ ഫേക്ക് വീഡിയോ ആണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നുള്ളത് നോട്ടായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഈ നോട്ട് നമ്മുടെ വീഡിയോസിൽ, അതായത് ആ വീഡിയോസിൽ പബ്ലിക്കായിട്ട് കാണാനായിട്ട് പറ്റും. വ്യൂവേഴ്സിന് പബ്ലിക്കായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് ഒരു അഡ്വേഴ്സ് ഇമ്പാക്റ്റ് തന്നെയാണ് വീഡിയോസിന് ഉണ്ടാക്കുക അല്ലേ. അതായത് വ്യൂവേഴ്സ് അത് കാണുമ്പോൾ അവർക്കത് നോക്കാനായിട്ട് പറ്റും. അതായത് ഈ വീഡിയോ കാണണോ വേണ്ടയോ എന്ന് അപ്പം തന്നെ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. അതായത് ഒരുപാട് ബാഡ് നോട്ട്സ് ആണ് അല്ലെങ്കിൽ മോശം നോട്ട്സ് ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വ്യൂവേഴ്സ് അത് സ്കിപ്പ് ചെയ്യും. പിന്നെ ആ ചാനൽ ഗ്രോത്ത് ഉണ്ടാവില്ല, വ്യൂസ് ഉണ്ടാവില്ല, വാച്ച് ടൈം ഒക്കെ കുറയാനായിട്ട് സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇന്ന ആൾക്കിട്ട് പണി കൊടുക്കാം, അതായത് നല്ലൊരു വീഡിയോസിൻ്റെ താഴെ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നോട്ട് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഹേറ്റേഴ്സ്, അതായത് നിങ്ങളുടെ ഹേറ്റേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് നോട്ട്, അതായത് നല്ല രീതിയിലല്ലാത്ത നോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അതായത് നല്ലൊരു വീഡിയോ ആണ് അത് എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. യൂട്യൂബ് കറക്റ്റായിട്ട് വിലയിരുത്തും. അതായത് ആ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയും ഈ നോട്ടും തമ്മിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ് ആ വീഡിയോയിലുണ്ടോ, അതായത് റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് യൂട്യൂബ് നന്നായിട്ട് അത് എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമേ അത് പബ്ലിക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരാൾക്കും നല്ലൊരു വീഡിയോസിൻ്റെ താഴെ പോയിട്ട് നോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള നോട്ടുകളൊന്നും ഇടാനായിട്ട് പറ്റില്ല. ആ വീഡിയോ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമേ ആ നോട്ട് പബ്ലിക് ആക്കുള്ളൂ യൂട്യൂബ്. ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ചാനലുകാർക്ക് ഇതൊരു മുട്ടൻ പണി തന്നെയാണ്. ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. വ്യൂവേഴ്സ് വന്നിട്ട് ഇതൊരു മിസ്ലീഡിങ് കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഫേക്ക് കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അത് വിലയിരുത്തും. അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഇതൊരു ഫേക്ക് കണ്ടന്റ് ആണെന്നുള്ളത്. മനസ്സിലാക്കുമ്പോൾ യൂട്യൂബ് അത് എന്ത് ചെയ്യും? പബ്ലിക് ആക്കും. അങ്ങനെ ഒരുപാട് വ്യൂവേഴ്സ് വന്ന് സെയിം രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീഡിയോസിന് റീച്ച് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചാനലുകാർക്ക് ഇതൊരു പണി തന്നെയാണ്. ഈ ഫീച്ചർ ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലല്ല, US-ൽ ഈ ഫീച്ചർ ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. അവിടെ സക്സസ്ഫുള്ളി റൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലോട്ട് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു ഫീച്ചറാണെന്ന്. കാരണം ഒരുപാട് മിസ്ലീഡിങ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് യൂട്യൂബ് തുറന്നാൽ തന്നെ കാണാനായിട്ട് പറ്റും. ഒരുപാട് ഫേക്ക് കണ്ടന്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനൊക്കെ ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഫീച്ചറിനെ കൊണ്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, അതായത് ഈ ഒരു ഫീച്ചർ നല്ലതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങളൊരു ബിഗിനർ ആണോ അല്ലയോ എന്നുള്ളതും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് കാണാം. അതുവരേക്കും ബൈ.